നമസ്കാരം ഫ്രണ്ട്സ്. നമ്മുടെ വസ്ത്രങ്ങളിൽ കളർ ഗാർഡ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ വില എന്താണെന്നും അത് എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുന്നതെന്നും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. അപ്പം എല്ലാവർക്കും ഫ്യൂമോർ തിങ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ച് നല്ല ഡാർക്ക് കളറുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് മിക്കവാറും കളർ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കളർ ഇളകി പോകുമ്പോൾ അതിൻ്റെ കളറുകൾ പോയി നമ്മൾ ഒരു 1-2 വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഡ്രസ്സുകൾ ഒരു പഴകിയ പോലെയാവും, ഒരു കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ടാവും. ഒരു പുതിയ ഡ്രസ്സാണെങ്കിൽ കൂടി 1-2 യൂസിന് ശേഷം അത് നമുക്കൊരു പഴയ ഒരു ലുക്കായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ, ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളർ ഗാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ ആ കടയിൽ തന്നെ ചോദിച്ചാൽ മതി, അവിടെ തന്നെ കിട്ടും. ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ തന്നെ കിട്ടും കളർ ഗാർഡ്. ഇതിന് 110 രൂപയാണ് ഇത്ര പോകുന്നൊരു ബോട്ടിലിന് വില ഉള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ബോട്ടിലിൻ്റെ തന്നെ ക്യാപ്പിൽ 3 ക്യാപ്പ് കളർ ഗാർഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ബെഡ്ഷീറ്റാണ്, അത് ഡബിൾ ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു 3 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ കളർ ഗാർഡും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചുരിദാർ ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ചുരിദാറും അതിൻ്റെ ഒരു ഷോളും പാൻറ്റും ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഏകദേശം 1 ലിറ്റർ വെള്ളം തന്നെ മതിയാവും. അപ്പോൾ അതിനാകുമ്പോൾ 3 മൂടി, ഈ മൂടിയിൽ 3 മൂടി കളർ ഗാർഡ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 30 മുതൽ ഒരു 40 മിനിറ്റ് വരെ അതിനകത്തേക്ക് മുക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഫുൾ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനോട് കൂടെ നമുക്ക് അതിൻ്റെ ആ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്, അത് വായിച്ചാൽ മതി. അങ്ങനെ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഡ്രസ്സ് അലക്കുന്ന പോലെ അലക്കുക, എടുത്തുണക്കി ഉപയോഗിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഒരുപാട് ഡ്രസ്സുകളുണ്ടെങ്കിൽ വേറെ വേറെ ആയിട്ട് ചെയ്യണം, ഒരുമിച്ചിടരുത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റു ഡ്രസ്സിൻ്റെ കളറ് തമ്മിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ടതിന് താങ്ക് യു.